ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് അബുദാബിയിലുള്ള ഹെറിറ്റേജ് വില്ലേജിലാണ്. യു എയിലെ തന്നെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമാണ് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. പക്ഷേ ഞങ്ങൾ എത്തിയത് ഉച്ച സമയത്തായി പോയി. ഇതൊരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തിയ ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അബുദാബി കോർണിഷിൽ മറീന മാളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 AM ടു 4 PM വരെയും, പിന്നെ ഫ്രൈഡേ 7:30 AM ടു 12 PM വരെയും, പിന്നെ ഈവനിംഗ് ടൈം 3 PM ടു 9 PM വരെയാണ്. എൻട്രി തികച്ചും സൗജന്യമാണ്. ബീച്ച് വ്യൂ ആസ്വദിക്കാൻ വരുന്നവരാണെങ്കിൽ ഈവനിംഗ് ടൈം ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഒരു പഴയകാല വിപണിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്, സ്പൈസസ്, പെർഫ്യൂം, വിവിധ തരത്തിലുള്ള എമിറാത്തി ഡ്രസ്സസ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചതുമാണ് കേട്ടോ. വളരെ കൗതുകവും സന്തോഷവും തരുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും മെഷീൻ മെയ്ഡാണല്ലേ. അത്തരം സാഹചര്യത്തിൽ പഴമയുടെ സുഗന്ധം വീശുന്ന ഇതേപോലെയുള്ള കേന്ദ്രങ്ങൾ പുതുതലമുറയ്ക്ക് ഒരു വഴികാട്ടി തന്നെയാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് ഈ ആനിമൽസിനെ കാണുക എന്ന് പറയുന്നത് ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ചില ആനിമൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി ക്യാമൽസിനെ കാണാൻ പറ്റും, ഹോഴ്സസ്, ഗോഡ്സ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ചില ദിവസങ്ങളിൽ സന്ദർശകർക്ക് ഇവയോടൊപ്പം ഇടപഴകാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ അവസരം ലഭിക്കാറുണ്ട്. ഫെസ്റ്റിവൽ ടൈം ആവുമ്പോൾ കൂടുതൽ ആനിമൽസിനെ ഇവിടെ കാണാൻ പറ്റും. ചില പ്രത്യേക ദിവസങ്ങളിൽ സന്ദർശകർക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാനും ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ അവസരം ഉണ്ടാവാറുണ്ട് കേട്ടോ. പരമ്പരാഗത എമിറാത്തി ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് പാലുൽപാദന മൃഗങ്ങളാണ് ആടുകൾ. കുട്ടികൾക്ക് ഇവയ്ക്ക് തീറ്റ നൽകാനും അടുത്തിടപഴകാനൊക്കെ ഇവിടെ അവസരം ലഭിക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റോൺ ഹൗസസ്. തണുപ്പ് നിലനിർത്താനും കടുത്ത ചൂടിൽ നിന്നും സംരക്ഷണം നൽകാനും ഇത്തരം സ്റ്റോൺ ഹൗസിന് സാധിക്കും. അത്രയും ചൂടിൽ നിന്ന് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു തണുത്ത കാറ്റടിച്ച പോലെയുള്ള ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കല്ലുകൾ കൊണ്ട് മാത്രമല്ല കേട്ടോ, പാം ലീവ്സിൻ്റെ ഹട്ടുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ജീവിത രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ കാലം അവർക്ക് സ്വർഗമാണെങ്കിലും നമുക്ക് ചെറിയ വിഷമമൊക്കെ തോന്നാം. ഈ ഒരു അഡാപ്റ്റേഷൻ പുതിയ തലമുറ കാണേണ്ട കാഴ്ച തന്നെയാണ്. പഴയകാല സഞ്ചാര ജീവിതത്തിന് അനുയോജ്യമായ ലളിതമായ രൂപകൽപ്പനയിലുള്ളതാണ് ഇത്തരം ഹട്ടുകൾ. കാലാവസ്ഥ, ഭക്ഷണ ലഭ്യത, ജലലഭ്യത തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ദേശാടനം ചെയ്ത പൂർവികർ വളരെ എളുപ്പം നിർമ്മിച്ചുപയോഗിച്ചിരുന്നതാണ് ഇത്തരം ഹട്ടുകൾ. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിച്ചതും അത് അനുഭവിച്ചറിയാൻ സാധിച്ചതിലും ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇനി നമുക്കിവിടുത്തെ പ്രധാന കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായ അറേബ്യൻ ഗൾഫ്സിയുടെ വശ്യചാരുത നമുക്കൊന്ന് കണ്ടാലോ. ബീച്ചിൻ്റെ മറുവശത്തായി മറീന മാളും എത്തിഹാദ് ടവേഴ്സും ഒക്കെ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച. സന്ദർശകർക്ക് കുടുംബസമേതം സമയം ചെലവഴിക്കാൻ ഒരുക്കിയ പ്രത്യേക സൗകര്യങ്ങൾ. വളരെ നിശബ്ദമായ ഒരു തീരം. ശാന്തവും സ്മരണീയവുമായ ഈ കാഴ്ച UAEയുടെ സംസ്കാരമായ പൈതൃകവും പ്രകൃതിദത്ത സൗന്ദര്യവും ആധുനിക നഗരം സംയോജിപ്പിച്ചുകൊണ്ട് നമുക്കേകുന്ന ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ്. മണലിൽ കളിക്കാൻ കുട്ടികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ. അസ്തമയ സമയങ്ങളിൽ ഗോൾഡൻ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഇടം. ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന് ലൈവ് സ്കെച്ചിങ് ചെയ്യാറുമുണ്ട്. ഷോപ്പുകൾ കൂടുതലും പ്രാചീന അറബ് സൂഖ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരിടമാണ്. ചില കടകളിൽ ക്യാഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ചെറിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ സുലഭമാണ് കേട്ടോ. പാം ലീഫ് ക്രാഫ്റ്റ്സ്, ട്രഡീഷണൽ ടോയ് ക്യാമൽസ്, ഊദ് ബോട്ടിൽസ്, അറബിക് കാലിഗ്രഫി ഐറ്റംസ് എന്നിങ്ങനെ സുലഭം. ഇനി നമുക്ക് മ്യൂസിയം സെക്ഷനിലേക്ക് വരാം. പഴയകാല ഉപകരണങ്ങൾ. ഇതിൽ ആയുധങ്ങൾ, കൃഷി ഉപകരണങ്ങൾ എന്നിവ ശ്രദ്ധേയമാണ്. കൂടാതെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ, ട്രഡീഷണൽ എമിറാത്തി ജീവിതത്തിൻ്റെ രേഖകൾ എന്നിവയും കാണാം. ഹെറിറ്റേജ് വില്ലേജ് സ്ഥാപിച്ചത് എമിറേറ്റ്സ് ഹെറിറ്റേജ് ക്ലബ്ബാണ്. ഈ വില്ലേജ് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തെയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെയും എമിറാത്തി ഗ്രാമജീവിതത്തിൻ്റെ ഒരു ദൃശ്യവിരുന്നാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഖുറാൻ പതിപ്പുകൾ, കല്ലിൽ കൊത്തിയ എഴുത്തുകൾ എന്നിവയും നമുക്കിവിടെ കാണാം. കൂടാതെ പോട്രി മേക്കിംഗ് വർക്ക്ഷോപ്പ്, തുണി നെയ്ത്ത്,
ഹെന്ന പെയിൻറ്റിംഗ് എന്നീ ആക്ടിവിറ്റീസ് പ്രീ ബുക്ക് ചെയ്യുന്ന പ്രകാരം നമുക്ക് ആസ്വദിക്കാനും പങ്കുചേരാനും കഴിയുന്നതാണ്. കൂടാതെ കാർപ്പൻട്രി വർക്ക്ഷോപ്പ്, ബ്ലാക്ക് സ്മിത്ത് ആൻഡ് മെറ്റൽ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് എന്നിവയും നടക്കാറുണ്ട്. ഇതിൽ തന്നെ പാരമ്പര്യ ആയുധങ്ങൾ, അലങ്കാര വസ്തുക്കൾ, മോതിരങ്ങൾ, ചെറിയ പാത്രങ്ങൾ എന്നിവയൊക്കെ ഈ വർക്ക്ഷോപ്പിൽ നമുക്ക് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഇതുമാത്രമല്ല, ട്രഡീഷണൽ കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യുന്ന പ്രകാരം ഗ്രൂപ്പുകളായി വരുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. വളരെ കൗതുകത്തോടെ ഒരു സംഘം പേർ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഗൈഡ് ക്രാഫ്റ്റ് വർക്ക്സിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ വിവരിച്ചു കൊടുക്കുന്നത് കേൾക്കാൻ സാധിച്ചു. ചിത്രകാരന്മാർ തൻ്റെ സ്റ്റാളുകളിൽ തനതായ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ലൈവ് പെയിൻറ്റിംഗ് ഡെമോൺസ്ട്രേഷൻസ് പലപ്പോഴും ഇവിടെ നടക്കാറുണ്ട്. വാക്കുകളിൽ പറയാനാവാത്ത UAEയുടെ സാംസ്കാരിക ആഴം ചിത്രങ്ങൾ പറയുന്നത് നമുക്കിവിടെ കാണാം. UAEയിലെ മരുഭൂമി, സമുദ്രം, തീരം, എണ്ണപ്പാടങ്ങൾ ഇതൊക്കെയും വരച്ചിരിക്കുന്നത് വാട്ടർ കളർ, അക്രിലിക്, ട്രഡീഷണൽ പിഗ്മെൻറ്റ്സ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്നത്തെ യാത്രാനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ. അടുത്തൊരു യാത്രയിലൂടെ കാണാം.